കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ ആളുകളന്തേടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന അത്യുഗ്രം വിശേഷങ്ങളൊക്കെ തന്നെയാണ്. പിങ്കിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ കടന്നുകൂടി. ഗൗതമിനെ സ്വന്തമാക്കാനായിട്ട് ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതാണ് നിർമ്മല്. നിർമ്മലിന്റെ വഴിയെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കുറച്ച് ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനാദ്യമായിട്ട് നിർമ്മലുമായിട്ട് കമ്പനി ആവണം. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാൻ പറ്റിയേക്കും എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ പിങ്കി മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. ആ സമയം ഇതൊന്നും ഈ പറയുന്ന നിർമ്മലോ അല്ലെങ്കിൽ ഇന്ത്യ ഇവരത്തിൽ മറ്റാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലത്തേക്ക് ആരും അറിയണ്ട. പതുക്കെ പതുക്കെ നിർമ്മലിനെ തന്നിലേക്ക് അടുപ്പിക്കണം. അങ്ങനെ അടുപ്പിച്ചെന്ന് എല്ലാവർക്കും തോന്നി കഴിയുമ്പോൾ ഈ പറയുന്ന ഗൗതം വരെ അത് വിശ്വസിക്കും. അങ്ങനെ വേണം തനിക്ക് ഓരോ കാര്യങ്ങളും നീക്കാനായിട്ട്. ഗൗതത്തിന് എന്തോ ദേഷ്യമുണ്ട് താൻ നിർമ്മലമായിട്ട് അടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റിയ ഏറ്റവും അവസാനത്തെ മാർഗമാണ് നിർമ്മല. അങ്ങനെയൊക്കെ പിങ്കി ചിന്തിക്കുന്നുണ്ട്. ഈ സമയം നിർമ്മല് പതിവിലും വിപരീതമായിട്ട് പിങ്കിക്ക് കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത്. അപ്പം നന്ദയും കൂടെ അങ്ങ് ചെല്ലുന്നുണ്ട്. അങ്ങനെ നന്ദയും പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും പിങ്കി വെച്ച് ഇതെന്താ നിർമ്മൽ കവറൊക്കെ ആയിട്ട്. അതെ, പിങ്കിക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ആന്ന് പറയണ. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു എനിക്കിപ്പോ ഫ്രൂട്ട്സിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാ. ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പിങ്കി ഫ്രൂട്ട്സ് കഴിക്കണേ? കുഞ്ഞിന്റെ വളർച്ചയ്ക്കൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം നല്ലതല്ലേന്ന് ചോദിക്കുക. നന്ദ പറഞ്ഞു വാങ്ങിച്ചോ പിങ്കി, നിർമ്മൽ ആദ്യം വാങ്ങിച്ചോണ്ട് തരുന്നല്ലേന്ന് ചോദിക്കുക. നിർമ്മൽ വാങ്ങിച്ചോണ്ട് തരുന്നല്ലേ, ഇനി ഞാൻ വാങ്ങിച്ചില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിങ്കി എന്ത് ചെയ്യണം, അതിനകത്തുനിന്നൊരു ഓറഞ്ച് എടുത്ത് പൊളിക്കുകയാണ്. പൊളിച്ചിട്ട് പകുതി നിർമ്മലിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതെന്താ എനിക്കിത് വേണ്ടാന്ന് പറയാ. എനിക്ക് വേണ്ടിയിട്ട് ഇത്ര ത്യാഗം ചെയ്തല്ലേ, വാങ്ങിച്ചോണ്ട് വന്നല്ലേ, അപ്പൊ പിന്നെ ഒരു പീസെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അവസാനം നിർമ്മല അത് വാങ്ങിക്കുകയാണ്. നന്ദ ഇതെല്ലാം നോക്കി ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കൊള്ളാം, പിങ്കിയുടെ മനസ്സിൽ എവിടെ ഒരു സ്പാർക്ക് വീണിട്ടോന്ന് തോന്നേ. ഒരടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് നിർമ്മലിനോട്. എന്തിനായ ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് നന്ദ അങ്ങോട്ടേക്ക് പോവാണ്. പിങ്കി പറഞ്ഞു അതെ, ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് ഈ അടുത്ത കാലത്തെങ്ങും എനിക്ക് ആരും ഇങ്ങനെയൊന്നും വാങ്ങിച്ചോണ്ട് തന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ചിന്ത പോലും പലപ്പോഴും ഇവിടെ ആർക്കും ഇല്ലാന്ന് പറയാ. ഇത് കേട്ടപ്പോ നിർമ്മല പറഞ്ഞു അതൊക്കെ ചിലപ്പോ പിങ്കിയുടെ തോന്നലായിരിക്കും എന്ന് പറയാ. ഇല്ല, ഒരു പക്ഷെ അർജുൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നേരം. അർജുന്റെ കുഞ്ഞ എന്റെ വയറ്റി വളരുന്നെങ്കിൽ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഗൗതത്തിന് നന്ദയുടെ കുഞ്ഞല്ലേ എന്റെ വയറ്റി വളരുന്നേ. എന്നാലും എനിക്ക് കുഴപ്പമില്ല. സ്വന്തം കുഞ്ഞിനെ പോലെ കരുതിയ ഞാൻ അതിനെ നോക്കിക്കണ്ട് വളർത്തുന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോ നിർമ്മല പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ത്യാഗം സഹിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ പിങ്കി? നീ എന്തിനാ ഇങ്ങനെ തയ്യാറായെന്ന് ചോദിക്കുക. അത് പിന്നെ എന്റെ അർജുന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് ഉള്ള സ്വപ്നം അത് ഞാൻ അങ്ങനെ സാധിച്ചു കൊടുക്കുകയെന്ന് പറയാം. പക്ഷെ ഗൗതത്തിനെ സ്വന്തമാക്കാനുള്ള കാര്യമൊന്നും നിർമ്മലിനോട് പറഞ്ഞില്ല. പാവം നിർമ്മൽ ഇതൊക്കെ വിശ്വസിച്ചു. നിർമ്മലിന്റെ വിചാരം പിങ്കി അങ്ങോട്ട് വലിയ പുണ്യാളത്തിയാന്നുള്ള രീതിയിലാ. പക്ഷെ പിങ്കി ഗൗതത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ ഈ നാടകം കളിച്ച് ഗൗതത്തിനെ നന്ദയുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയാന്നുള്ള കാര്യം നിർമ്മലിന് അറിയത്തില്ലോ. പിന്നീട് നിർമ്മൽ മുറിയിലേക്ക് കയറിപ്പോവാ. പിങ്കി ഓറഞ്ചൊക്കെ ആയിട്ട് മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് ഗിരിജ ചോദിച്ചു അല്ല ഇതെവിടുന്ന് പിങ്കി മോളെ ഓറഞ്ചൊക്കെ എന്ന് ചോദിക്കാം. ഇതെനിക്ക് നിർമ്മല കൊണ്ട തന്നാന്ന് പറയാ. നിർമ്മൽ എന്തിനാ നിനക്ക് ഓറഞ്ച് വാങ്ങിച്ചോട് തരുന്നേ? അതൊക്കെ എന്തിനാ നിർമ്മലിനോട് പോയി ചോദിക്കുക. ഇതേ പിങ്കിമോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് അത്ര ശരിയാവും എനിക്ക് തോന്നില്ലെന്ന് പറയാ. എന്ത് ഓറഞ്ചാ? അതൊന്നും അല്ല, പിന്നെ ഈ നിർമ്മലുമായിട്ടുള്ള കൂട്ടുകെട്ടെ എന്റെ ചിറ്റയ്ക്ക് എന്താ? ചിറ്റയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിർമ്മലിന്റെ കൂടെ കൂടിയെന്നോർത്തോണ്ടോ സംസാരിച്ചെന്നോർത്തോ ഒരു കുഴപ്പവും സംഭവിക്കാനില്ലെന്ന് പറയാം. പക്ഷെ എനിക്ക് നിന്റെ ഈ അടുപ്പൊക്കെ കണ്ട് എന്തോ ഒരു അപകടം തോന്നണമെന്ന് പറയാം. ഇപ്പൊ നീ ഗൗതം എന്നുള്ള ചിന്ത വിട്ടിട്ട് നിർമ്മലിന്റെ പുറകെ കൂടിയോന്ന് എനിക്കൊരു സംശയം. അതൊക്കെ ചിറ്റയുടെ വെറും തോന്നല് മാത്രമല്ലേ. ഈ പിങ്കിനെ ഇതുവരെയും ചിറ്റ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാ. എന്താ പിങ്കി മോളെ, ഞാൻ അറിയാതെ എന്തേലും തന്ത്രം നിന്റെ മനസ്സിൽ കൂടിയിട്ടുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാ. എന്താ കാര്യം എന്താന്ന് പറയാം. നിർമ്മലിനെ വെച്ചാൽ കളി കളിക്കാനങ്ങ് തീരുമാനിച്ചെന്ന് പറയാ. കളി കളിക്കാനോ? എന്ത് കളി? അതൊക്കെ ഉണ്ട്. കാര്യം എന്താ നീ പറയുന്നു പറയാം. നിർമ്മലിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന മിക്കവാറും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ലെന്ന് പറയണം. ആർക്കെന്ന് ഉദ്ദേശിച്ച നീ ആരെയായിരിക്കും ഉദ്ദേശിച്ച? ഗൗതമിനായി ഉദ്ദേശിച്ചേ. ഓഹോ, മനസ്സിലായി. ഗൗതം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനുമായിട്ട് അധികം കമ്പനിക്കൊന്നും പോകണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ നിർമ്മലുമായിട്ട് അടുത്തെന്ന് അറിഞ്ഞു കഴിയുമ്പോ ഗൗതത്തിനവിടെ സഹിക്കില്ല. പിന്നെയല്ല എന്റെ കളി അങ്ങോട്ട് തുടങ്ങാൻ പോന്നേ.
ഗൗതത്തിനെ സ്വന്തമാക്കണമെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ എനിക്ക് പൊടിയിട്ടേ മതിയാവുള്ളൂ. എനിക്ക് നിർമ്മലിനെ ഇഷ്ടമെന്നുള്ള രീതിക്ക് അങ്ങനെ ചില പ്ലാനുകൾ, അതിലേക്കാളുപരി നന്ദേനെ എനിക്ക് വീഴിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാ ഞാൻ തയ്യാറാക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗിരി ചോദിച്ചു, ഇതൊക്കെ വർക്കാവുമെന്ന് ചോദിക്കും. വർക്കാകുമെന്നോ? ചിറ്റ കണ്ടോ ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അവിടെ ഇരുന്ന് ഓറഞ്ച് പൊളിച്ച് തിന്നാൻ തുടങ്ങി. ഗിരിജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പിങ്കിയുടെ മനസ്സിലെ ഐഡിയ എന്താന്ന് ഒരു കാര്യം ഉറപ്പായി, ഗൗതത്തിനിട്ടുള്ള എന്തോ പണിയാ. ഗൗതത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മലെ സ്നേഹിക്കണേന്ന് മനസ്സിലായി. പിന്നീട് ലക്ഷ്മി അരുന്ധതി അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി പറഞ്ഞു, എന്തിനേറെ പറയുന്നു, നിർമ്മൽ മോൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ കുടുംബത്തില് പ്രത്യേക ഒരു പ്രകാശം വരുന്ന പോലെയാ. നമ്മുടെ അർജുൻ ഉണ്ടായിരുന്ന അതേ ഒരു വൈബ് തന്നെ വരുന്നുണ്ട് അല്ലേ മോഹിനി എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടോണ്ട് ഒന്ന് സുമംഗല പറഞ്ഞു, അത് ശരി തന്നെയാ, അർജുമോൻ മരിച്ചു പോയെന്നേ തോന്നില്ല. നിർമ്മലിനെ കണ്ടു കഴിയുമ്പോ എനിക്ക് അർജുമോനെ തന്നെ ഓർമ്മ വരുന്നു പറയാ. അത് മാത്രമല്ല, പിങ്കിനെ നിങ്ങൾ ആരിലും ശ്രദ്ധിച്ചോ? പിങ്കിയുടെ മുഖത്ത് എന്തൊരു പ്രസന്നതയാണ്. ഒരുപക്ഷെ അവൾ ഈ അടുത്ത കാലത്ത് ഇത്ര മാത്രം സന്തോഷമായിട്ട് എനിക്ക് തോന്നില്ലെന്ന് അരുന്ധതി പറയാം. മോഹിനി പറഞ്ഞു, അത് ശരിയാ, പിങ്കിനെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നേ. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അർജുന്റെ രൂപമൊക്കെ അല്ലേ, അപ്പൊ ഒരുപക്ഷെ ആർക്കാണെങ്കിലും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് തോന്നൂലോ, ചിലപ്പോ അതായിരിക്കും, അതിനേക്കാൾ ഉപരിയായിട്ടൊന്നും കാണത്തില്ലെന്ന് പറയാ. മോഹിനി പറഞ്ഞു, ദേ ഞാൻ നോക്കിയിട്ട് ഇത് അപകടമാണെന്ന് എനിക്ക് തോന്നേ, ആ നിർമ്മലിനെ ഇവിടെ വിളിച്ച് നിർത്തുന്നേ. ചിലപ്പം നിർമ്മൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ പലതും അരുതാത്തത് സംഭവിക്കും എന്ന് പറയാം. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, എന്ത് സംഭവിക്കാനായിട്ട്? അല്ല, ഞാൻ പിങ്കിയുടെ കാര്യം പറഞ്ഞേ. പിങ്കിക്ക് അർജുനോടുള്ള രൂപസാമർശ്യം നിർമ്മലമായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, ഒരടുപ്പം തോന്നുന്നു പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ലക്ഷ്മി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും കാണത്തില്ല, രൂപം ഉണ്ടെന്ന് ഓർത്തോണ്ട് അർജുന്റെ സ്വഭാവം ഒന്നും അല്ലല്ലോ നിർമ്മൽ എന്ന് പറയാം. അല്ലെങ്കിൽ അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നൊക്കെ പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. പിന്നീട് പതിവ് പോലെ അവൻ ജോലിക്ക് പോകുന്നുണ്ട്. നിർമ്മല് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ ഈ ഫിനാൻഷ്യൽ ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ, ഈ CC ഒക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് പലരും കൊടുക്കാനായിട്ടൊന്നും തയ്യാറാകത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വാക്കേറ്റം ഉണ്ടാവും, അടിയുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം നിർമ്മല് പോയ സമയത്ത് നിർമ്മലിന്റെ കൈക്ക് വെട്ടേക്കുവാണ്. കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുവാണ്. അത് മറ്റാരുടെയും ഗുണ്ടകളായിരുന്നില്ല, വേണുവിന്റെ ഗുണ്ടകളായിരുന്നു. അപ്പൊ വേണുവും നിർമ്മലും തമ്മിൽ മുമ്പ് ഒന്നും മുട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അയാളുടെ അടുത്തേക്ക് പൈസ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ വളരെ മോശമായിട്ട് രീതിയിൽ പെരുമാറി. പിന്നെ നിർമ്മലിന് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല. അവിടെ വെച്ച് അതിനൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. അപ്പം വേണുവിന്റെ ഗുണ്ടകൾ വന്ന് നിർമ്മലിനെ ആക്രമിച്ചു. പിന്നെ നിർമ്മൽ വിട്ടുകൊടുക്കാൻ പോകുന്നുണ്ടോ? നിർമ്മൽ അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെ ആടുവാണ്. അതിനെല്ലാം ശേഷം വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പിങ്കിയാണ് ആ കാര്യം ആദ്യം കാണുന്നത്. നിർമ്മലിന്റെ കയ്യേല് ആ പാട് കണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പിങ്കി ഓടിച്ചെല്ലുവാണ്. എന്ത് പറ്റി നിർമ്മൽ, എന്താ കാര്യം ചോദിക്കേ? ഒന്നുമില്ല, ചെറിയൊരു മുറിവെന്ന് പറയാണ്. ചെറിയ മുറിവോ? ഇതോ? ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയാലോ? അതിന്റെ ഒന്നും കാര്യമില്ല എന്റെ പിങ്കി. പിങ്കി ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തായിരിക്കണേ? ദേ എനിക്ക് എന്റെ നെഞ്ചു പൊടിയുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പത്തേനും എനിക്ക് എന്റെ അർജുനെ ഓർമ്മ വരുന്നേ. ഇവിടെ ഇരിക്കുക, ഞാനിത് ഒപ്പിക്കളയാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയി തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് അതൊക്കെ ഒപ്പുവാണ്, മുറിവൊക്കെ ഒപ്പുവാണ്, ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ വെച്ചു കൊടുക്കുക. ഒരു പോറല് പോലെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്ത് തന്നെ നിർമ്മൽ അയാളെ കണ്ടുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ പിങ്കിയുടെ ഈ ശുശ്രൂഷ നിർമ്മൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. നിർമ്മലിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കെയറിങ് ഒക്കെ കിട്ടുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ പിങ്കി ആണെങ്കിലും അർജുനെ ഗൗതത്തിനെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടുള്ളൂ. നിർമ്മലുമായിട്ട് ആദ്യമാണ് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് വരുന്നത്. നിർമ്മല് എങ്ങോട്ട് പോന്നു, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പിങ്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിങ്കിയുടെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടല്ലോ. പക്ഷെ ഇത് പാവം നിർമ്മലിന് മനസ്സിലായില്ല. നിർമ്മല ഓർത്ത് സ്നേഹം കൊണ്ടുള്ള കെയറിങ് ആയിരിക്കും ഓർത്തുകൊണ്ട് നിർമ്മല അനങ്ങായിരിക്കുകയാണ്. പിന്നീട് പിങ്കി വഴക്ക് പറഞ്ഞു, ദേ ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് ഏതെങ്കിലും നല്ല ജോലി എടുത്ത് ജീവിച്ചാൽ പോരെ, എന്തിനാ ഈ വെട്ടിനും കുത്തിനും വഴക്കിനും ഒക്കെ പോന്നു വയ്ക്കുക? ഇത് തന്നെ എന്റെ ജോലിയാ പിങ്കി, പിന്നെ എന്താ കുഴപ്പം? ഇതൊക്കെ പിങ്കി ആദ്യമായിട്ട് കാണുന്നോണ്ടാ. എന്റെ വീട്ടിലാണെങ്കിലേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ വന്നിങ്ങോട്ട് കിടക്കുള്ളൂ. എന്റെ അമ്മ മൈൻഡ് പോലും ചെയ്യാറില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ഉപേക്ഷിച്ച മാട്ടാ എന്റെ അമ്മ. അച്ഛനില്ലാത്തതിന്റെ വേദന ഞാൻ എങ്ങനെ അനുഭവിച്ചു തീർക്കണമെന്ന് എനിക്കറിയത്തുള്ളൂ. അച്ഛനില്ലാത്തവനെന്നുള്ള വിളിപ്പേര് കേട്ട് എന്റെ മനസ്സ് തുരുമ്പിച്ചു പോയൊരവസ്ഥയിലായിരുന്നു. അതിനകത്തു നിന്നൊക്കെ ഞാനൊന്ന് മുക്തി നേടി വരുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ടുള്ള എന്റെ വരവെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇനി ഇപ്പൊ അങ്ങനത്തെ വിഷമങ്ങളും വേദനകളും ഒന്നും വേണ്ട, അച്ഛനുണ്ടല്ലോ, പിന്നെ ഇപ്പോ അത്യാവശ്യം ഒരു ജോലിയുണ്ട്, പക്ഷെ ഈ ജോലി പോരാ, നല്ലൊരു ജോലി വേണമെന്നൊക്കെ നിർമ്മലിനെ ഉപദേശിക്കുക. പക്ഷെ നിർമ്മലിനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നൊക്കെ നന്ദ കണ്ടു. നന്ദ ശ്രദ്ധിച്ചു, ഇവളുടെ മനസ്സിൽ എന്തായിരിക്കും പോലും. ഒരു പക്ഷെ നിർമ്മലിനോടുള്ള ഇഷ്ടമായിരിക്കോ? അങ്ങനെ വരാനായിട്ട് വഴിയുണ്ടോ? ഇവളായതുകൊണ്ടൊന്നും വിശ്വസിച്ചുകൂടാ. പിങ്കി ആയതുകൊണ്ട്, പിങ്കിയുടെ സ്വഭാവം ആയതുകൊണ്ട് ഓന്തിന്റെ നിറം മാറുന്ന പോലെ മാറും. കുറച്ചുനാള് അർജുനാണെങ്കിൽ പിന്നെ ഗൗതമായി, പിന്നെ അർജുനായി, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നും വിശ്വസിച്ചുകൂടാ. ഇവൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്,
തന്റെ ഗൗതത്തിനെ സ്വന്തമാക്കുന്ന തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഒരു കാരണവശാലും ഇനി ഗൗതത്തിനെ സ്വന്തമാക്കാണ്ട് താൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് നന്ദ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ നിർമ്മല, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് പിന്നെ നന്ദ ഡോക്ടറെ, വഴിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം. ഒത്തിരി ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കാന്ന് പറയണം. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, ചെറുതായിട്ടുള്ളൂ, ഞാൻ നോക്കി. ഓ, ഇനിയിപ്പോ ഡോക്ടറെ ശുശ്രൂഷ വേണമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നിർമ്മല ചെയ്തോളാൻ പറയണം. ഇതൊന്നും കുഴപ്പമില്ല നന്ദ ഡോക്ടറെ, ഞാൻ ഓൾറെഡി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇതെല്ലാം കേട്ടിപ്പോ നന്ദ പറഞ്ഞു, അങ്ങനെയാണ് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുണ്ട്, ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. അതിന്റെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണം. പക്ഷെ ഇതെല്ലാം ഒക്കെ കണ്ടു അറിഞ്ഞിരിക്കുന്ന ഗൗതത്തിനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. നിർമ്മല അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഗൗതത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇതിന്റെ പേരിൽ നന്ദയും ഗൗതവും തമ്മിൽ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നന്ദയോട് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തി കാരണം അവൾ ഇങ്ങോട്ട് കയറി വന്നേ, നിനക്ക് ഇതിനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വഴിയെ പോയ വയ്യാവലിയൊക്കെ വിളിച്ചു കയറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നന്ദ പറഞ്ഞു, അല്ല ഗൗതം സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അർജുന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനും ഷോക്കായി. എല്ലാരെയും വീട്ടിലേക്ക് എല്ലാരെയും കാണിക്കണം, അല്ലെങ്കിൽ നിർമ്മലിനെ ഒന്ന് കൊണ്ടത് കാണിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ നിർമ്മലിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും വല്ലാത്ത സങ്കടമൊക്കെ. സുമംഗല അപ്പച്ചോട് ചോദിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പാവല്ലേ, നിർമ്മൽ ഇവിടെ കഴിഞ്ഞോട് നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ഒരു കുഴപ്പമൊന്നുമില്ല, അവന്റെ സ്വഭാവം അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം നന്ദി ചോദിച്ചു, എന്താ കുഴപ്പം, എന്താ? പിങ്കിയുമായിട്ട് അവൻ കുറച്ച് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതിനിപ്പോ ഗൗതം സാർ എന്തിനാ എത്ര സങ്കടപ്പെടുന്നേ? അതിന്റെ കാര്യമുണ്ടോ? അടുപ്പം കാണിച്ചാൽ എന്തോ കുഴപ്പമിരിക്കുന്നേ? അതിന്റെ കാര്യമില്ല. നിർമ്മൽ ആരാ, അർജുൻ ആരാ? രൂപസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കയറി അങ്ങോട്ട് പ്രണയിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. ആര് പ്രണയിച്ചെന്ന് പറയണേ? എനിക്കൊന്നും ഈ പിങ്കിയുടെ പോക്ക് കണ്ട് അത്ര ശരിയാന്ന് തോന്നില്ലെന്ന് പറയാം. ഇത് കേട്ടാ നന്ദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിങ്കിക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം നടത്തുന്നതല്ലേ ശരിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, നന്ദ നിനക്കെന്താ സ്ഥലകാലബോധം ഇല്ലേ? നിനക്കൊരു സെൻസോട് ചിന്തിച്ചുകൂടെ? നീ എന്തൊക്കെയാ പറയണേ? അർജുന്റെ രൂപസാദൃശ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റുമോ പിങ്കിനെ? അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളേ, അതിനെന്താ കുഴപ്പം? പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടൂലോ, പിന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്കാലോ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ പിങ്കി നിൽക്കുന്നേ? പിങ്കിക്ക് ഏതെങ്കിലും കാലത്താണല്ലോ ഒരു ജീവിതം വേണ്ടതല്ലേ, ഒരു തുണ വേണ്ടതല്ലേ? എല്ലാ കാലത്തും അവൾക്ക് ഇങ്ങനെ വിധവയെ പോലെ വേഷം കെട്ടി നടക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. ഗൗതം അതൊക്കെ ആലോചിച്ചപ്പോൾ ശരിയാ. പക്ഷെ ഗൗതം പറഞ്ഞു, ഇവനുമായിട്ട് ഒരിക്കലും ഒരു കണക്ഷനും പാടില്ല, അവനെ ആള് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ അവന്റെ പേരിൽ എത്ര കേസുകളും കൂട്ടങ്ങളും ഉള്ളതെന്നറിയാവോ? അവൻ ഒന്നാം തരം റൗഡിയാന്ന് പറയാം. പക്ഷെ നന്ദയ്ക്കാണെങ്കിൽ ആ ഗൗതം പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. കാരണം അവന്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു പക്ഷെ നിർമ്മലിനെ ആക്കി തീർത്തെ, അല്ലാതെ അവന്റെ കുറ്റം കൊണ്ടല്ല. ഇപ്പൊ അർജുനും ഗൗതം സാറും ഒക്കെ ജീവിച്ചുള്ള സാഹചര്യത്തിലാണെങ്കിലും നിർമ്മല് ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അവനും ചിലപ്പം വല്ല IAS ഓഫീസറോ IPS ഓഫീസറോ ഒക്കെ ആയെന്ന് വന്നേനും. പക്ഷെ ഇപ്പൊ അച്ഛനില്ലാന്നുള്ള വിളിപ്പേര് കേട്ട് അമ്മ മാത്രം വളർത്തിയ ഒരു മോന് ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവന് അതിൻ്റെതായ സ്ട്രഗിളൊക്കെ സഹിച്ച് വരുന്ന നേരിട്ട് എല്ലാം കണ്ട് നല്ലതായിട്ട് ജീവിച്ചു പോയാനും. പക്ഷെ ഇവനങ്ങനെയല്ല. ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു വന്ന, അമ്മേനെ അനുസരിക്കാതെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു വന്നവനാ. അവനെ പെട്ടെന്ന് അങ്ങനെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. പിന്നെ വന്നേലക്കാലം എത്ര മെച്ചപ്പെട്ടുണ്ടെന്ന് അറിയാവോ? അവന്റെ സ്വഭാവത്തിൽ എത്രമാത്രം മാറ്റമുണ്ടെന്ന് ഗൗതം സാറിന് മനസ്സിലായെന്ന് ചോദിക്കുക. പക്ഷെങ്കില് നിർമ്മലും പിങ്കിയും തമ്മിലുള്ള ആ അടുപ്പം, അവർ തമ്മിലുള്ള സംസാരം, കാര്യങ്ങളെല്ലാം വീട്ടിൽ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. അവസാനം അരുന്ധതി, മോഹിനി, ലക്ഷ്മിയൊക്കെ ഒരു തീരുമാനത്തിലെത്തുക. ഒരു പക്ഷെ നിർമ്മലിന് ഇഷ്ടമാണെങ്കിൽ പിങ്കിനെ നിർമ്മലിനും കൂടെ ഒന്നിപ്പിച്ചാൽ എന്താ കുഴപ്പം? അവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുക. നന്ദയ്ക്കും ഇതിന് എതിരഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. പിങ്കിയുടെ ഉദയശുദ്ധി ശരിയാണെങ്കിൽ എപ്പോഴാണല്ലോ അവൾക്കൊരു കല്യാണം വേണം, വിവാഹ ജീവിതമൊക്കെ വേണം താനും. അർജുന്റെ ബ്ലഡ് തന്നെയാണല്ലോ നിർമ്മല്. പക്ഷെ അങ്ങനെ ആലോചന മൂക്കണ സമയത്ത് ഗൗതം അതിനെ എതിർക്കുവാണ്. ഗൗതം പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടത് അരുന്ധതി പറഞ്ഞു, നീ എന്തിനാ ഗൗതം ഇങ്ങനെ ദേഷ്യം പിടിക്കണേ? അതിന്റെ കാര്യം വല്ലതും ഉണ്ടോന്ന് ചോദിക്കാം. പിന്നല്ലാതെ അവനെപ്പോലെ ഒരു ക്രിമിനലിന്റെ തലയിലാണോ പിങ്കിനെ കെട്ടിവെക്കാൻ പോകുന്നത്? അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. മോഹിനി പറഞ്ഞു, ഗൗതം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, കല്യാണം കഴിഞ്ഞാലും അവൻ ഇവിടെ നിന്നോട്ടെ, അവരിവിടെ താമസിച്ചോട്ടെ, എന്താ കുഴപ്പമിരിക്കണേ? നമുക്ക് എപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കാലോ എന്ന് പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം അതിനെ എതിർക്കുകയാണ്. പക്ഷെങ്കിൽ നന്ദയുടെ മനസ്സിലേക്ക് പല ചിന്തകളും ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. പിങ്കി ഈ കാണിക്കുന്നൊക്കെ ശരിക്കുള്ള സ്നേഹമാണോ അതോ അഭിനയമാണോ? കല്യാണം ഒക്കെയാന്ന് പറഞ്ഞ് ചിലപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഉറപ്പിച്ചു പിങ്കി കാല് വാരിയ ആകപ്പാടെ പണിയാകുമല്ലോ. ഇതിനിടയ്ക്ക് അവൻ നിർമ്മലിന് ഒരു ദിവസം പനി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പനി ഉണ്ടാകുന്ന സമയത്ത്
നിർമ്മലിന്റെ അടുത്തൊന്നും മാറാതെ തന്നെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുവാണ് പിങ്കി. ഈ കാഴ്ചകളൊക്കെ നന്ദ കണ്ടു. നന്ദ പിന്നീട് പിങ്കിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പിങ്കി നീ പ്രഗ്നന്റ് അല്ലേ, നീ ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട, ഇതേ നിർമ്മലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയാ. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഓർത്തോണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, നിർമ്മലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്ന് പറയാണ്. പക്ഷെ നന്ദ സമ്മതിച്ചില്ല. നന്ദ എന്ത് ചെയ്യുവാണ്, ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ടൊക്കെ വരുവാ ആവി വലിക്കാനായിട്ട്. അത് കൊണ്ടുവന്ന് നിർമ്മലിന് കൊടുക്കുക. പക്ഷെ പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിർമ്മലിന്റെ കാര്യം നന്ദ നോക്കാണ്ട് തന്നെ. പിന്നീട് നന്ദ നന്ദയോട് പറഞ്ഞു, നീ വേണ്ട, ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം നിർമ്മലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദേനോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം നന്ദയ്ക്ക് തോന്നി ഇവൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശലക്ഷ്യങ്ങൾ വെച്ചോണ്ടാ, ഒരിക്കലും നിർമ്മലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവളുടെ മനസ്സിലിപ്പോ വേറെ എന്തോ ആണ്. അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അത് മിക്കവാറും ആപത്തിലേക്കേ വഴിതെളിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളുടെ മനസ്സിലുള്ള കള്ളത്തരങ്ങളെല്ലാം പുറത്തിയാടിക്കണം. അത് നിർമ്മലിനെ പറഞ്ഞു മനസ്സിലാക്കണം. ഒരു കാരണവശാലും നിർമ്മൽ ചതിക്കുഴിയിലേക്ക് വീഴില്ല എന്നൊരു തീരുമാനമൊക്കെ നന്ദ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇനി പിങ്കിയുടെ അടവുകളോ അഭ്യാസങ്ങളൊന്നും നന്ദയുടെ അടുത്ത് എടുക്കാനായിട്ട് പറ്റില്ല. നന്ദ അതെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.